അരുണാചൽ പ്രദേശിൽ എയർഫോഴ്സിന്റെ സുഖോയ് വിമാനാപകടത്തിൽ മരിച്ച പൈലറ്റ് അച്ചുദേവിന്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വസതിയിലെത്തിച്ചു. എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ രാവിലെ തലസ്ഥാനത്തെത്തിച്ച മൃതദേഹം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയും എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഏറ്റുവാങ്ങി. നാളെ കോഴിക്കോട്ടെ വസതിയിലാണ് സംസ്കാരം. സുഖോയ് വിമാനാപകടത്തിൽ മരണമടഞ്ഞ പൈലറ്റ് അച്ചുദേവിന്റെ മൃതദേഹം ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എയർഫോഴ്സ് വിമാനത്താവളത്തിൽ എത്തിച്ചു. സർക്കാരിന്റെ പ്രതിനിധിയും എയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി വിലാപയാത്രയായി പോങ്ങുംപൂട്ടിലെ വസതിയിൽ കൊണ്ടുവരികയായിരുന്നു. എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ ആദരവിന് ശേഷം മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ വിവിധ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പാങ്ങോട് മിലിറ്ററി ആസ്ഥാനത്ത് സൂക്ഷിക്കുന്ന മൃതദേഹം നാളെ ശംഖുമുഖത്ത് നടക്കുന്ന എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സെറമോണിയൽ പരേഡിനും ആദരാഞ്ജലി അർപ്പിക്കലിനും ശേഷം ജന്മനാടായ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി സംസ്കരിക്കും. പ്രത്യേക വിമാനത്തിൽ തന്നെയാണ് മൃതദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുക. മാതാപിതാക്കളും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരും ജവാന് ആദരാഞ്ജലി അർപ്പിക്കാൻ തിരുവനന്തപുരത്തെ വസതിയിലെത്തിയിരുന്നു. കഴിഞ്ഞ മാസം 23-നാണ് ആസാമിലെ തേസ്പൂരിൽ നിന്ന് പറന്നുയർന്ന എയർഫോഴ്സിന്റെ സുഖോയ് വിമാനം അപകടത്തിൽപ്പെട്ടത്. ചൈനീസ് അതിർത്തിക്കടുത്ത് കൊടുങ്കാട്ടിലെ പർവ്വതത്തിൽ വിമാനം തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലെ പൈലറ്റായ മലയാളി കൂടിയായ അച്ചുദേവും സഹ പൈലറ്റായ ദിവേശ് പങ്കജും അപകടത്തിൽ മരണപ്പെട്ടു. മൃതദേഹങ്ങൾക്കും വിമാനാവശിഷ്ടങ്ങൾക്കുമായുള്ള തിരച്ചിൽ ദിവസങ്ങളോളം നടത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചൈനീസ് അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്ക് തൊട്ടടുത്തായി അച്ചുദേവിന്റെയും സഹ പൈലറ്റിന്റെയും കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹ അവശിഷ്ടങ്ങൾ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. തുടർന്ന് DNA പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. 26 വയസ്സുള്ള അച്ചുദേവിന് ഒരു സഹോദരിയാണുള്ളത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.